ഹേ ഡിയർ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഉലുവ പായസമാണ്. ഈ കർക്കിടകത്തിലൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു പായസ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് എങ്ങനെയാണ് ഉലുവ പായസം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 പീസ് വെല്ലത്തിൻ്റെ കഷ്ണം നമ്മളൊരു ചെറിയ പാത്രത്തിലോട്ട് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം. ഇനി നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച 250 ഗ്രാം ഉലുവയാണിത്. അത് നമ്മൾ കുക്കറിലോട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മൾ വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു 2-3 വിസിൽ വരുമ്പോഴത്തേനും അത് വെന്തോളും. അപ്പോൾ കുക്കറൊന്ന് ഓഫാക്കിയ ശേഷം നമുക്കതെടുത്ത് മിക്സീൻ്റെ ജാറിലോട്ടിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഒരു തേങ്ങ മിക്സീൻ്റെ ജാറിലിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് പാലെടുക്കാൻ തേങ്ങാപ്പാൽ എടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ഒന്നാം പാലും 2ാം പാലുമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ഞാൻ അതിലോട്ട് 1 ഗ്ലാസ് ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ 1ഉം 2ഉം പാലാണ് എടുത്തേക്കുന്നത്. അപ്പം നമ്മുടെ ഉലുവയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കടായി എടുത്ത് അതിലോട്ട് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് മിക്സിക്കകത്ത് നമ്മൾ ചതച്ചെടുത്ത് വെച്ച ഉലുവ നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഉരുക്കി വെച്ചേക്കുന്ന വെല്ലം നമുക്ക് ഇതിലോട്ട് അരിച്ച് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പം നമ്മൾ നന്നായിട്ട് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ 2ാമത് എടുത്ത് വെച്ച പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പാൽ ഒഴിച്ച ശേഷം കുറച്ചൊന്ന് കുറുകി വന്ന ശേഷം നമുക്ക് 1ാമത്തെ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1ാമത്തെ പാലാണ് ഇപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ ഏലക്കയും ജീരകവും കുറച്ച് പഞ്ചസാരയിട്ടൊന്ന് പൊടിച്ചതാണ്, അത് നമുക്കൊരു 1.5 സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഉലുവ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് കുറച്ച് ലൂസായിട്ട് തോന്നും, പക്ഷെ തണുത്ത് കഴിയുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നോളും. അപ്പം നമ്മൾ ഉണ്ടാക്കിയ ശേഷം അപ്പം തന്നെ നമ്മൾ കഴിക്കരുത്, അന്നേരം നല്ലൊരു കയ്പ്പ് തോന്നും. നമ്മളത് പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും നമുക്ക് അത്യാവശ്യം നല്ലൊരു മധുരത്തോടു കൂടിയുള്ള നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ പുറത്ത് വെക്കുക, അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഉലുവ പായസം വെച്ച് കഴിക്കാൻ നോക്കുക. അപ്പോൾ വളരെയധികം കർക്കിടകത്തിൽ ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു പായസമാണിത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട്